ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലീല സ്റ്റോക്ക് ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയുമായിട്ട് കടന്നു വന്നിരിക്കുന്നു, പുതിയൊരു സബ്ജക്റ്റുമായിട്ട്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യണം. നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും എല്ലാ ലൈക്കിനും കമൻസിനും എല്ലാത്തിനും അളവറ്റ നന്ദി നിങ്ങളോടുണ്ട്. വീണ്ടും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു, കാണണമെന്ന് ലൈക്ക് ചെയ്യണമെന്നൊക്കെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് വീടുകൾ, ലോൺ എടുത്തൊക്കെ വലിയ വീടുകൾ വെച്ചിട്ട് ആ വീടുകളിൽ താമസിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു പോകുന്ന ആ ഒരു സബ്ജക്റ്റാണ് ഞാനിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൂട്ടുകാരെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വീട് വേണം, കയറി കിടക്കാൻ. ഒരു വീട് ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. എല്ലാവരും വീട് ആഗ്രഹിക്കുന്നവരാണ്. വീടാണ് ഓരോ മനുഷ്യൻ്റെയും സ്വപ്നം. ഒരു വീടാണ്. അതിന് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നു, വിദേശത്ത് പോകുന്നു, ജോലി ചെയ്യുന്നു, എല്ലാം. ഒരു വീട് കെട്ടിപ്പടുക്കണം, ഒരു സ്വന്തമായിട്ടൊരു ഒരു വീട് കെട്ടിപ്പടുക്കണം എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. ഒരു കുടുംബം, ഒരു വീട് സ്വന്തമായിട്ട് ഇല്ലാത്ത അനേകരുണ്ട്. അപ്പോൾ ഒരു വീട് സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പം ഞാനിന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് വീട് വേണം താമസിക്കാൻ. ഇന്ന് അനേകർ നമ്മുടെ ഇടയിൽ വീടുകൾ പണിതിട്ട് വീടുകളുണ്ടാക്കി, വലിയ വലിയ വീടുകളുണ്ടാക്കി, ഒരു നില 2 നിലയൊക്കെ വെച്ച്. കാരണം ഒരു കുടുംബത്തിന് താമസിക്കുന്നതിന് ആ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളെക്കാളും കൂടുതൽ റൂമുകളും എല്ലാം ഉണ്ടാക്കി വലിയ വീടുകൾ വെക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പം നമ്മൾ ആ വീടുകൾ നമ്മൾ പണിയുമ്പോൾ, അല്ലെങ്കിൽ ആ വലിയ വീടുകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്കതിനൊക്കെ ആസ്തി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കിപ്പം പണമുണ്ട്, നമുക്കതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ആ പണം ഉപയോഗിച്ച് വലിയ വലിയ വീടുകൾ പണിയൊന്നു എടുക്കുന്നു. അത് പണക്കാരൻ്റെ വീട് നമുക്ക് പറയാം. പണമുള്ളവൻ്റെ വീട് പണക്കാരൻ്റെ വീട്, അതിൻ്റെ അനുസരിച്ച്. പക്ഷേ ഞാൻ ഇപ്പം ഈ പറയാൻ പോകുന്നത് മിഡിൽ ക്ലാസ്സിലുള്ളവരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അവരും എവിടെയും സ്വപ്നമാണ് വീട്. പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എത്രയോ വീടുകൾ ലോൺ എടുത്തും ഭാരിച്ച ഇൻട്രസ്റ്റും കൊടുത്ത് ലോണുകളും ഒക്കെ എടുത്തിട്ട് വലിയ വലിയ വീടുകൾ ആൾക്കാർ വെക്കുകയാണ്. ആ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് താമസിക്കാൻ, അത്ര അംഗങ്ങളെക്കാളും അധികം റൂമുള്ള വീടുകളും പിന്നെ മണ്ടയ്ക്കോട്ടും എല്ലാം അവർ പണിയൊന്നും എടുക്കുന്നു. ഈ ഭാരിച്ച കയ്യിൽ പൈസ ഇല്ലാതെ, മൂലധനമില്ലാതെ ഈ ഭാരിച്ച ലോൺ എടുത്തിട്ടാണ് വിദേശങ്ങളിലൊക്കെയും ജോലി ചെയ്തു എടുത്തുമൊക്കെ ഈ വിദേശങ്ങളിലൊക്കെയും ജോലി ചെയ്ത് ഈ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കഷ്ടപ്പെടുന്ന ഈ പൈസയ്ക്ക് ഇത്രയും പലിശ കൊടുത്തിട്ട് ലോൺ എടുത്തിട്ട് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എത്രയോ ഇപ്പം നമ്മൾ കാണുന്നു ലോണ് ജപ്തി ചെയ്യുകയും പിന്നെ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വരികയും പിന്നെ കടബാധ്യത എന്ന് പറഞ്ഞ് ആ വീട് പണിതവർ തന്നെ അതിൻ്റെ അകത്തിൽ താമസിക്കാൻ കഴിയാതെ അതിൻ്റെ അകത്തിൽ തന്നെ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്തു പോകുന്ന അനേകം കേസുകൾ, അനേകം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ, വീട് വയ്ക്കണം, ചെറിയ എമൗണ്ടൊക്കെ എടുത്ത് നമ്മൾ വീട് എടുക്കുകയൊക്കെ ചെയ്യണം. പക്ഷെങ്കിൽ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെക്കാളധികം മറ്റുള്ളവരിപ്പം നമ്മുടെ അയൽവക്കക്കാരൊരു വീട് വെച്ചെന്ന് വെച്ചോ, 2 നിലയോ ഒക്കെ വെച്ചെന്ന് വെച്ചോ. ഇപ്പം നാട്ടിൽ 2 നിലയില്ലാത്തവരാരും ഇല്ല കൂടുതലായിട്ട്. അപ്പം എന്താണ്, അവർ അയൽവക്കത്തുകാരുടെ അല്ലെങ്കിൽ അപ്പുറത്തുകാരുടെ വീട് വെച്ചതിനെക്കാട്ടിലും വലുത് വെക്കണം, അതിലൊരു മുറിയും കൂടെ കൂട്ടി വെക്കണം, അല്ലെങ്കിൽ അതിലും ഇതായിട്ടുള്ളത് വെക്കണം, എടുക്കണം എന്നൊക്കെയാണ് ആൾക്കാർ ചിന്തിച്ചിട്ട് ഇങ്ങനെ വലിയ വലിയ വീടുകൾ ഭാരിച്ച ലോൺ എടുത്തൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വിദേശത്തെ ജോലിയൊക്കെ കണ്ടുകൊണ്ടാണ് ഈ ലോണൊക്കെ എടുക്കുന്നതും ഇതിൻ്റെയൊക്കെ ഇപ്പം
വിദേശത്തെ ജോലി എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോണക്ക. എപ്പോഴാണ് ഊടും കെട്ടും എടുത്ത് പറിക്കൊണ്ട് പോരേണ്ടതെന്നുള്ള ഒരവസ്ഥയാണ്. ഏത് സമയത്തും ജോലി നഷ്ടപ്പെടാവുന്ന, അല്ലെങ്കിൽ നിമിഷത്തിനുള്ളിലാണ് ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി. യുദ്ധമായാലും മറ്റുള്ള പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളായാലും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ഇന്ത്യക്കാരെ ഈ ചെന്നിരിക്കുന്നവരോടൊക്കെ നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കൂടുതലായിട്ടും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വലിയ വീട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ പണം അടയ്ക്കാൻ വയ്യാതെ വരുമ്പോൾ, നമുക്ക് ജോലി നഷ്ടപ്പെട്ട് നമുക്ക് അയക്കാതെ വരുമ്പോൾ, ഒരു ദിവസം പോലും അതിൻ്റെ അകത്തിൽ സുഖമായിട്ട് ഉറങ്ങാതെ എടുക്കാതെയും കഴിയാതെ മൊത്തം ഫാമിലിയായിട്ട്, ഒരു ഫാമിലി 4 പേരുണ്ട് 5 പേർ, അത്രയും പേര് എൻ്റെ അകത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ എത്രയോ കേസസാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത്രയും വലിയ വീട് വയ്ക്കണം. ആ വീട്ടിലൊരു 4 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 3 പേരേ ഉള്ളെങ്കിൽ അതിൻ്റെ അനുസരിച്ചൊരു വീട് വെച്ചാൽ പോരെ. ഇത്രയും കടം ഏറ്റെടുത്ത് ഉണ്ടാക്കിയൊരു വീട് പണിയണോ? എന്നിട്ട് അതിൻ്റെ അകത്തിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നു അതിൻ്റെ അകത്തിൽ, വീട് അതിൻ്റെ കടബാധ്യത കാരണം ചെയ്യാതെ. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ വീട് പണിയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്? പൈസ ഉള്ളവരുണ്ടാക്കിക്കോട്ടെ. ഇപ്പം പണമുള്ളവൻ അതെങ്ങനെ ചിലവാക്കണമെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുമ്പോൾ അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെങ്കിൽ സാധാരണക്കാരന് കടവും ഇടവും മേടിച്ച് അങ്ങനെ വെക്കണോ? അത് നിങ്ങൾ തന്നെ വെക്കണം. എന്നിട്ട് അങ്ങനെ കടവും ഇടവും മേടിച്ചു മറ്റുള്ളവരുടേതിനേക്കാൾ ഒരു മുറിയുടെ കൂട്ടിയും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ, അല്ലെങ്കിൽ ആർഭാടം കാണിക്കാനോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണിച്ച് ഈ കടവും ഇടവും മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആ കടം വീട്ടാൻ വരാതെ വരുമ്പോൾ അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റാതെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു പോകുന്നു. അപ്പം അതിലും ഭേദം കൊച്ചൊരു വീടായിരുന്നെങ്കിലേ, ഇത്രയും കടഭാരങ്ങളില്ലാതെ ഒരു വീട് വെച്ചിരുന്നെങ്കിലേ അതിൻ്റെ അകത്തിൽ സുഖമായിട്ട് കഴിയാമായിരുന്നല്ലോ. ഈ ആത്മഹത്യയുടെ വക്കത്ത് എത്തത്തില്ലായിരുന്നല്ലോ. ലോണുകൾ ഇഷ്ടം പോലെ കിട്ടും. ലോണുകൾ കിട്ടുന്നതിനും കുഴപ്പമില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ ലോൺ ആപ്പുകളുണ്ട്, ലോണൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വരുമാനം എന്താണ്, നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, അതിൻ്റെ അനുസരിച്ചുള്ള ലോണ് മതി, അല്ലെ അതിൻ്റെ അനുസരിച്ചുള്ളതേ നമ്മൾ ചെയ്യാവൂ എടുക്കാവൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. വീടെല്ലാവരുടെയും സ്വപ്നമാണ്, എല്ലാവർക്കും വീട് വേണം. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3 പേര് അല്ലെങ്കിൽ 4 പേരുള്ള ഒരു വീട്ടിൽ 5-6 മുറി, പിന്നെ മണ്ടയ്ക്കോട്ടും പണിതും എടുത്തു എങ്ങും എത്താതെയും ജീവിക്കാതെയും പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇന്ന് നമ്മളെ ഇഷ്ടം പോലെ കാഴ്ചകൾ കാണുന്നു. അപ്പം കൂട്ടുകാരെ, അങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിലും ഭേദം നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ഒരു വീട് വെച്ചിട്ട് അതിൻ്റെ അകത്തിൽ നമുക്ക് നമ്മുടെ ആയുസ് കാലം നമുക്ക് ജീവിക്കുന്നതല്ലേ നല്ലത്. ഈ വലിയ മണിമാളിക വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ ലോൺ അടയ്ക്കാൻ വയ്യാതെ ജപ്തിയിലും കടബാധ്യതയിലും വന്നു കഴിഞ്ഞ് നമ്മുടെ ആയുസറ്റ് അതിൻ്റെ അകത്ത് ആത്മഹത്യ ചെയ്ത് എല്ലാവരും മരിക്കുന്നതാണോ നല്ലത്? കൊച്ചു വീട്ടിലെ നമ്മുടെ ആയുസോടെ ഇരുന്ന് ജീവിച്ച് മരിക്കുന്നതാണോ നല്ലത്? നിങ്ങൾ തന്നെ പറ. അപ്പം ഈ ഭാരിച്ച ലോണുകൾ എടുത്ത് ഇങ്ങനെ വീടും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിദേശത്തൊക്കെ ഓരോ പ്രശ്നങ്ങളല്ലേ. ഞാനെപ്പോഴും വിദേശത്തെ കാര്യം പറഞ്ഞ, വിദേശത്ത് ജോലി ചെയ്ത് ഇരുന്നിരിപ്പിൽ 15 വർഷം ജോലി ചെയ്ത് അവിടെ 15 വർഷം ജോലി ചെയ്ത് ഇരുന്നിരിപ്പിൽ ഒരു ഡ്രസ്സും പാസ്പോർട്ടും ഇട്ടുകൊണ്ട് പോരേണ്ടുന്ന അവസ്ഥ വന്നു. യമനിന്ന് അവിടെ യുദ്ധം കൂടിയ. അപ്പം നമുക്ക് ഒരു ഗ്യാരൻറ്റിയും ഇല്ല. വിദേശത്തെയൊക്കെ ഒന്നിനും ഒരു ഗ്യാരൻറ്റി ഇല്ല. അതൊക്കെ കണ്ടൊക്കെ വലിയ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് വലിയ വീടുകളും കാര്യങ്ങളും വെക്കണോ? നമ്മുടെ കൊക്കിലൊതുങ്ങുന്നത് നമുക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊക്കിലൊതുങ്ങുന്ന വീട് എടുക്കുക, അതല്ലേ നല്ലത്. വീടുകൾ പണിതിട്ട് ജീവിക്കാൻ പറ്റാതെ അതിൻ്റെ അകത്തിൽ ആത്മഹത്യ ചെയ്തു പോകുന്നു എത്ര കുടുംബങ്ങൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നു. അതും ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ സഹിതം ആത്മഹത്യ ചെയ്ത് ആ വീട്ടിനകത്തിൽ തന്നെ നോക്കുമ്പോൾ എന്തുവാ 2 നില നല്ല വീട് ഒക്കെ എന്തിൻ്റെ കുഴപ്പമാണെന്ന് ആൾക്കാർ വിചാരിക്കും. ഇവരെന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന്
എല്ലാവരും കൂടുന്നവരൊക്കെ ഇവരെന്തിനും ആത്മഹത്യ ചെയ്ത് ഇത് നല്ലൊരു വീടല്ലേ ഇവരത്. പക്ഷേ പിന്നീടല്ലേ കാര്യങ്ങൾ പറയുന്നത് അവർക്ക് കടബാധ്യതയായിരുന്നു, അവർക്ക് നിവൃത്തിയില്ലാതെ. അപ്പം നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ചെറിയൊരു വീട് വെച്ച് ജീവിച്ചാൽ പോരെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടും കാര്യങ്ങളൊക്കെ അതുകൊണ്ടൊന്ന് വീട് വേണം, അതൊക്കെ ശരി. വാടക വീട്ടിൽ കഴിവതും വാടക വീട്ടിൽ താമസിച്ചിട്ട് വാടകയും കൊടുത്ത് കഴിഞ്ഞാൽ എന്തായാലും വാടകയ്ക്ക് താമസിച്ചാലും വീട്ടിൽ സ്വന്തം വീട്ടിൽ താമസിച്ചാലും മരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ വലിയ വീടുകൾ പൈസ കടമാക്കി ജീവിതം മൊത്തം അധ്വാനിച്ച് നമുക്ക് വീട്ടാൻ പറ്റാതെ കടമാക്കി വെച്ചിട്ട് ആയുസിൻ്റെ മധ്യേ അതിൻ്റെ അകത്തിൽ ആത്മഹത്യ ചെയ്തു കുഞ്ഞുകുട്ടി ആബാലവൃന്ദം ആത്മഹത്യ ചെയ്തു പോകുന്ന ഒരു സ്ഥിതിയേക്കാൾ നല്ലത് അവനവൻ്റെ കൊക്കിലൊതുങ്ങുന്ന ഒരു വീട് വെച്ച് അതിൻ്റെ അകത്തിൽ ആയുസറ്റ് മരിക്കുന്നതല്ലേ നല്ലത് അല്ലേ. അപ്പം വേറൊരാൾ വെച്ചു, അല്ലെ അയലോക്കത്തക്കാർ വെച്ചു, ഇവർ വെച്ചു, അയലോക്കത്തക്കാർ 2 നില വെച്ചു, അല്ലെങ്കിൽ മറ്റൊരു 2 നില, ഇതൊന്നും നോക്കി വെക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അയലോക്കത്തക്കാർക്ക് അവർക്ക് പൈസ ഉണ്ടായിട്ടായിരിക്കും അവർ 2 നില വെച്ചത്. നമ്മുടെ ഒറ്റ നിലയിൽ തന്നെ നമുക്ക് ജീവിക്കാൻ, നമുക്കത് വീട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് നമ്മളെന്തിനാ മറ്റുള്ളവരെ കണ്ട് ആ ഒരു ഇതിന് പോകുന്നത്? അവനവൻ്റെ സാഹചര്യം, അവനവൻ്റെ ജോലിയും വരുമാനവും അവനവൻ്റെ ഇതനുസരിച്ച് മാത്രം ചെയ്താൽ പോരെ. അതല്ലേ ജീവിതത്തിന് അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ നിൽക്കുന്ന നിപ്പിലെ ജപ്തിയും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞ് അടയ്ക്കാൻ വയ്യാതെ എടുക്കാൻ വയ്യാതെയും വന്നു കഴിഞ്ഞിട്ട് ഒരു വരുമാനമാർഗ്ഗവും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ എന്തോ ചെയ്യും? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ നല്ല ആദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്ക് കൃഷി ചെയ്യാനും മേലെ അങ്ങനെയുള്ള കാര്യങ്ങളും മേലെ ഒന്നുമില്ല. ആദായ സ്ഥലമുള്ളവർ പോലും കൃഷിയും ചെയ്യത്തില്ല, ഒരു കാര്യങ്ങളും ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിലേക്കാണല്ലോ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എല്ലാം അവനവന് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കുകയും എടുക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തേങ്ങയൊക്കെ ആയാലും മറ്റു എല്ലാ കാര്യങ്ങളും പച്ചക്കറികളായാലും ഇപ്പം ആർക്കും കൃഷി ചെയ്യാൻ മേല. എല്ലാവർക്കും റെഡിമെയ്ഡ് മതി, ആർക്കും ഇത് ചെയ്യാൻ മേലാത്ത ഒരു അല്ലേ. മലയാളിക്ക് ഇപ്പം ജോലി ചെയ്യാൻ തന്നെ അതല്ലേ ബംഗാളികളെല്ലാം കേരളത്തിൽ കയറി ജോലി ചെയ്യുന്നത്. മലയാളികൾക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞവരൊക്കെ ചിലക്കൊക്കെ തിരിച്ചു വന്നിട്ട് പിന്നെ അവർക്ക് പിന്നെ ജോലി ചെയ്യാനും ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ജീവിതത്തിൽ നമുക്ക് കയറിക്കിടക്കാൻ ഇടം വേണം, താമസിക്കാൻ വീട് വേണം. എന്നും കണ്ട് നമ്മുടെ കൊക്കിലൊതുങ്ങാത്ത കടങ്ങളും തലമണ്ടയിൽ കയറ്റി വെച്ചിട്ട് വലിയ മണിമാളികയൊക്കെ പണിതിട്ട് ഒരു ദിവസം പോലും നമുക്കതിൻ്റെ അകത്തിൽ ഉറങ്ങാനും എടുക്കാനും സന്തോഷമായിട്ട് കഴിയാനും പറ്റാതെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്ത് ജീവിതം തന്നെ അവസാനിപ്പിച്ചു പോകുന്ന ഇതിലും നല്ലത് ചെറിയൊരു വീട് പണിതാൽ പോരെ. അവനവൻ്റെ കൊക്കിലൊതുങ്ങുന്ന ഒരു വീട് പണിതതിൻ്റെ അകത്ത് സുഖമായിട്ട് ജീവിച്ചുകൂടെ. ഇത് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് ഈ സബ്ജക്റ്റ് ഇന്നെടുക്കാൻ എനിക്ക് തോന്നിയത് ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെന്ന്, ഇങ്ങനെയൊരു വിഷയത്തെ സബ്ജക്റ്റിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് മാത്രം നമ്മൾ പ്രവർത്തിക്കുക. നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ വീട് മേടിക്കാം. 10 ലക്ഷത്തിൻ്റെ വീട് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെ അതിൻ്റെ അകത്തിലൊരു 9 ലക്ഷത്തിൻ്റെ 8 ലക്ഷത്തിൻ്റെ ഒക്കെ നമ്മൾ ഇതാകാവും. നമ്മുടെ മനസ്സിലൊരു 10 എന്നെങ്കിലേ നമുക്ക് അവിടെ കവർ ചെയ്ത് നമുക്ക് കടമില്ലാതെ നമുക്ക് ജപ്തി വരാതെ നമ്മളെ ആ കൊച്ചു വീട്ടിലായാലും നമുക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഇന്ന് കേരളത്തിലെ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അവനവൻ്റെ കൊക്കിലൊതുങ്ങുന്ന രീതിയിലൊരു ഭവനം പണിയുക, അതിൻ്റെ അകത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുക. കൊക്കിലൊതുങ്ങാത്ത അതൊക്കെ ലോണുകളും കാര്യങ്ങളും മേടിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് നമുക്ക് ഉറക്കം കിട്ടത്തില്ല. അതിൻ്റെ കടത്തെ പറ്റിയായിരിക്കും നമ്മുടെ ചിന്ത. പിന്നെ നിൽക്കുന്ന നിപ്പിലായിരിക്കും ജപ്തിയും കാര്യങ്ങളും. എങ്ങോട്ടൊന്നുമില്ലാതെ നമ്മൾ പരതേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കൊച്ചു വീട് 2 മുറിയും ഇത് അങ്ങനെയൊക്കെയുള്ളതാണ്. അവനവൻ്റെ ഇതിലൊതുങ്ങുന്നത് മാത്രം നോക്കുക ഓരോരുത്തരും. ഒന്നും അല്ലെങ്കിൽ
പിന്നെ സമാധാനത്തോടെ ആ കൊച്ചു വീട്ടിലായാലും ആയുസോടെ ജീവിക്കാമല്ലോ. ഇങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് കുടുംബസമേതം ആത്മഹത്യ ചെയ്ത് പോകേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇപ്പോൾ എന്തേരം കുടുംബങ്ങളാണ് ഇങ്ങനെ വലിയ വീട് പണിത് ന്യൂസിനകത്തിലൊക്കെ കാണിക്കുമ്പോൾ വലിയ വീടുകളാണ്. പക്ഷേങ്കിൽ എന്താ ഒരു ദിവസം പോലും അവരുടെ താമസിച്ചില്ല. ആൾക്കാർ എല്ലാം കൂടി കഴിയുമ്പോൾ തിരക്കുമ്പോഴാണ് അവർക്ക് കടബാധ്യതയായിരുന്നു. വീട് വെച്ചപ്പോൾ കടബാധ്യത ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഈ കടം കൊടുക്കുന്നവനൊരിക്കലും അടങ്ങിയിരിക്കത്തില്ല. അതിപ്പം ബാങ്കായാലും ബ്ലേഡുകാരായാലും അവരുടെ ഇരട്ടി അവർ ഈടാക്കത്തില്ലേ, അവരത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പണം തരാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. കാരണം ഇപ്പം ബ്ലേഡൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൽ കൂടുതലല്ലേ പലിശ. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ഹൗസ് ലോണായാലും ഒക്കെ ഇപ്പം അതിൻ്റെയൊക്കെ പലിശ എന്തുമാത്രമാകുന്നത്. അപ്പം മറ്റൊരാൾ വലിയ വീട് വെച്ചു, വലിയ മണിമാളിക പണിതു എന്ന് വിചാരിച്ചു വെച്ച് അടുത്തുള്ളതോ അയൽവക്കത്തുള്ളവരുടെ വീടുകളും കാര്യങ്ങളും നോക്കി നമുക്കും അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന, നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങുന്ന, നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ള വീടുകൾ പണിയുക, അതിൽ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. അതാണ് എനിക്കിന്ന് വീഡിയോയിൽ കൂടെ പറയാനുള്ളത്. വെളിരാജ്യത്തെ ജോലി കണ്ടും വെളിരാജ്യത്തെ ജോലിയും വരുമാനവും കണ്ടും ഒരിക്കലും മണിമാളികകൾ പണിയാനും എനിക്ക് ഇത് ചെയ്യാൻ പോകരുത്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പണ്ടത്തെ കണക്കല്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിലെന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും മുക്കാലും രാജ്യങ്ങളിൽ പ്രശ്നങ്ങളാണ്. നിൽക്കുന്ന നിപ്പിലാണ് യുദ്ധം പൊട്ടി പുറപ്പെടുന്നത്. ഉദ്ദേശിക്കാതിരിക്കുന്ന സമയത്തിലാണ് എല്ലാം വീട്ടിറങ്ങി ഓടി ഇവാക്യുവേഷൻ വഴിയൊക്കെ വരേണ്ടി വീഴുന്നത്. അതുകൊണ്ട് നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന വീടുകളൊക്കെ പണിതതിൻ്റെ അകത്തിലെ കടമില്ലാതെ സുഖത്തോടെ സന്തോഷത്തോടെ കൊച്ചു സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. പൈസ ഉള്ളവർ വെച്ചോട്ടെ. പണക്കാരൻ്റെ വീടെന്ന് പറയുമ്പോൾ പണക്കാരനത് പണമുണ്ട്. ഞാൻ പണക്കാരൻ്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ മിഡിൽ ക്ലാസ്സിലുള്ളവരും സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങളൊക്കെ അതിൻ്റെ അനുസരിച്ച് ചിന്തിക്കുക. ഒരു കൊച്ചു വീടായാലും അതിൻ്റെ അകത്തിലെ കൊച്ചു വീട് മതിയെന്നേ. എത്രയോ വീടുകൾ ഓരോരുത്തർ പണിതിട്ടിട്ട് ആരുമില്ല വീട്ടിൽ താമസിക്കാൻ. നമ്മുടെ നാട്ടിൽ എത്രയോ മണിമാളികകളാണ് കാണുന്നത്. നമ്മളെ വഴിയാത്രയിലൊക്കെ പോകുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ എന്തേരം കാണുന്നു. വീട്ടിൽ നിൽക്കുമ്പോൾ ആരുമില്ല വീട്ടിൽ താമസിക്കാൻ. ഒന്നിലൊരു അപ്പച്ചനോ അമ്മച്ചിയോ അല്ലേ അച്ഛനോ അങ്ങനെ പ്രായമുള്ളവരോ ഒരു പട്ടിയോ അങ്ങനെയൊക്കെ ഉള്ളൂ. ആരുമില്ല താമസിക്കാൻ. അപ്പം ബൈബിളിലാണെങ്കിൽ ഒരു വചനം പറയുന്നുണ്ട്, മനുഷ്യർ വൃഥാ വീട് പണിയുന്നു. ബൈബിളിലെ വചനമാണ്. അത്ര സത്യമായ വചനമെല്ലാം സത്യമാണ്. മനുഷ്യർ വൃഥാ വീട് പണിയുന്നു, ആര് താമസിക്കുമെന്നറിയുന്നില്ല. അപ്പോൾ ഈ വലിയ വീടുകൾ കടവും മേടിച്ച് വെച്ചവരെ ആത്മഹത്യ ചെയ്തു പോകുമ്പം ആ വചനം എത്ര സത്യമാണ്. ആര് ജീവിക്കുന്നു? വൃഥാ വീട് പണിയുന്നു, ആര് താമസിക്കുമെന്നറിയുന്നില്ല. എത്ര സത്യമായ വചനമാണ് കർത്താവിൻ്റെ. അപ്പം കൂട്ടുകാരെ, എന്നെ കേൾക്കുന്നവരെ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ കൊക്കിലൊതുങ്ങുന്ന വീടുകളൊക്കെ ഉണ്ടാക്കുക. അതിൻ്റെ അകത്തിൽ ആത്മഹത്യയും ചെയ്യാതെ ഒന്നും ചെയ്യാതെ കുടുംബസമേതം ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്. മറ്റുള്ളവരെ നമ്മൾ അനുകരിക്കാൻ പോകണ്ട. മറ്റുള്ളവരെ നോക്കി നമ്മളിത് നമ്മുടെ ആസ്തി, നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം ഇതൊക്കെ നമ്മൾ നോക്കി ചെയ്താൽ മതി. ഇതാണെന്ന് എനിക്ക് വീഡിയോയിൽ കൂടെ പറയാനുള്ള സന്ദേശം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുമ്പോഴത്തേക്കും നമസ്കാരം.